കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന സംഘർഷത്തിൽ 180 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ രാത്രി സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടയിൽ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗങ്ങളുടെയും പാർട്ടി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു. UDF പ്രവർത്തകർ CPIM ഓഫീസിന് കല്ലെറിയുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ചൊവ്വാഴ്ച വൈകിട്ട് തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ നിന്ന് ആരംഭിച്ച സന്ദീപ് വാര്യരുടെ റോഡ് ഷോ രാത്രി 8:30 പടന്ന കടപ്പുറത്ത് എത്തിയപ്പോഴായിരുന്നു സംഘർഷം. കല്ലേറിൽ CPIM UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. പടന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസും പ്രദേശത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. UDF പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെയും കല്ലും വടിയുമായി നടന്നു നീങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ CPIM പുറത്തുവിട്ടു. സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 100 UDF പ്രവർത്തകർക്കും 80 LDF പ്രവർത്തകർക്കുമെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. സംഘർഷം ആസൂത്രിതമാണെന്നും ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരാണ് പിന്നിലെന്നും CPIM ആരോപിച്ചു. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ആസൂത്രിതമാണ്. വിദ്യാഹ്ലാദത്തിന്റെ മറവിൽ ഒരു സംഘം ലീഗുകാർ നാട്ടിൽ ബോധപൂർവം വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ആക്രമണം നടത്തുകയാണ്. ആരുമില്ലാത്ത CPIMന്റെ തങ്കയത്തിലെ VK നായനാർ മന്ദിരം എന്ന ഓഫീസ് ദൂരെ നിന്ന് വന്നിട്ടുള്ള തങ്കയം പ്രദേശത്ത് നിന്ന് വന്ന ലീഗുകാർ ആക്രമിക്കുക മാത്രമല്ല, അതിന്റെ വീഡിയോ എടുത്ത് അവർ തന്നെ റീൽസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അങ്ങേയറ്റത്തെ ധാർഷ്ട്യത്തിന്റെ, അഹന്തയുടെ, വെല്ലുവിളിയുടെ, നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഭാഷയാണ്. എന്നാൽ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്ന് നിയുക്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ആരോപിച്ചു. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ അനുവദിക്കാൻ പോകുന്നില്ല. അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി CPM മുതിരുന്നതെങ്കിൽ അവരുടെ നേതൃത്വം തന്നെ ഇടപെട്ടത് തടയുന്നതാണ് ഏറ്റവും മാന്യമായ നിലപാട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ വേണ്ടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ സുരക്ഷ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.